ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് CITU പ്രവർത്തകനായ ജിതിൻ എന്ന 36-കാരൻ പത്തനംതിട്ട മടത്തുമൂഴിയിൽ വച്ച് കൊല്ലപ്പെടുന്നത്. ജിതിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രതികൾ DYFI പ്രവർത്തകരെ മർദ്ദിച്ചിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ജിതിനെ വടിവാൾ കൊണ്ട് വെട്ടിയതായാണ് വിവരം. ലോഡിംഗുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തർക്കം നടന്നതായി നാട്ടുകാർ പറയുന്നു. ആക്രമണത്തിൽ കാലിലും വയറിലും ഗുരുതരമായി പരിക്കേറ്റ ജിതിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിൽ ഒപ്പമുണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റു. ഇവർ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം രാഷ്ട്രീയ സംഘർഷമല്ല കൊലപാതക കാരണമെന്നാണ് പോലീസ് വിശദീകരണം. കൊല്ലപ്പെട്ടയാളും അക്രമികളും സുഹൃത്തുക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ BJP RSS പ്രവർത്തകരാണ് സംഘർഷത്തിൽ ഏർപ്പെട്ടതെന്ന് CPM ആരോപിക്കുന്നു. DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. അതേസമയം സംഭവത്തിൽ BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കൊലപാതകം BJPയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലാണെങ്കിലും ജിതിനെ ആക്രമിച്ച കൂനങ്കര സ്വദേശി വിഷ്ണുവിനെ പിടികൂടാനായിട്ടില്ല. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ നടത്തിവരികയാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.